ആളുകൾ മരണപ്പെടുന്ന രീതികൾ എങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് കാണാനുള്ള ഒരു എക്സൈറ്റ്മെന്റ് അല്ലാതെ കഥാപരമായ യാതൊരുവിധ പുതുമയും തരാത്ത ഒരേ തരത്തിലുള്ള കഥകൾ ആവർത്തിച്ച് പറയുന്നതായിരുന്നു ഫൈനൽ ഡെസ്റ്റിനേഷൻ ഫ്രാഞ്ചൈസിലെ സിനിമകൾ. ഏറ്റവും ആദ്യത്തെ സിനിമയ്ക്ക് ആദ്യത്തെ പടം എന്ന അഡ്വാൻറ്റേജ് ഉണ്ടായപ്പോൾ 2011 ഇറങ്ങിയ ഒരു സിനിമയൊഴികെ ബാക്കിയെല്ലാം ഒരേ കഥ തന്നെ പറഞ്ഞ സിനിമകളായിരുന്നു. സീക്വലായും പ്രീക്വലായും വർക്ക് ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമ ഫൈനൽ ഡെസ്റ്റിനേഷൻ ബ്ലഡ് ലൈൻസ് ഈ മൊത്തം ഫ്രാഞ്ചൈസിന്റെ റൂളുകൾ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കി തരുന്ന തരത്തിലുള്ള ഒരു സിനിമയാണ്. സിനിമയുടെ തിരക്കഥ ഇത് കാണുന്ന പ്രേക്ഷകർ പ്രിഡിക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളെയും മനസ്സിൽ കണ്ടുകൊണ്ട് എഴുതിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ മൊത്തം ഫ്രാഞ്ചൈസിലെ ഏറ്റവും സ്മാർട്ടായിട്ടുള്ള ഏറ്റവും മികച്ചത് എന്ന് തന്നെ പറയാവുന്ന സിനിമയാണ് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള ഫൈനൽ ഡെസ്റ്റിനേഷൻ ബ്ലഡ് ലൈൻസ്. ട്രെയിലർ കണ്ടിട്ടില്ലാത്ത, കാണാൻ ആഗ്രഹിക്കാത്തവർക്ക് ഞാൻ ഇനി പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ സ്പോയിലറായിട്ട് തോന്നിയേക്കാം. ഇത് ട്രെയിലറിലുള്ളതാണ്. സ്റ്റെഫനി എന്ന പെൺകുട്ടിയാണ് നമ്മുടെ കേന്ദ്ര കഥാപാത്രം. സ്റ്റെഫനിയുടെ കുടുംബത്തിൽ ഒന്നിലധികം മരണങ്ങൾ വളരെ അൺയൂഷ്വൽ ആയിട്ടുള്ള രീതിയിൽ നടക്കുമ്പോൾ അതിന്റെ കാരണങ്ങളിലേക്ക് സ്റ്റെഫനി ഒരു അന്വേഷണം നടത്തും. ഇതിനെല്ലാം കാരണം തന്റെ മുത്തശ്ശിക്ക് സംഭവിച്ച എന്തോ ഒരു സംഭവമാണെന്ന് സ്റ്റെഫനിക്ക് മനസ്സിലാവും. മുത്തശ്ശിയുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് എന്നറിയാനും ഇപ്പോൾ നടക്കുന്ന മരണങ്ങളെ തടയാൻ എന്ത് ചെയ്യണമെന്നറിയാനും സ്റ്റെഫനി നടത്തുന്ന അന്വേഷണങ്ങളാണ് ഫൈനൽ ഡെസ്റ്റിനേഷൻ ബ്ലഡ് ലൈൻസിൽ നമ്മൾ കാണുന്നത്. കഥയുടെ ഒരു സ്ട്രക്ചർ മറ്റ് ഫൈനൽ ഡെസ്റ്റിനേഷൻ സിനിമകൾക്ക് സമാനമായ രീതിയിൽ തന്നെയാണെന്ന് പറയാം. എല്ലാ പടത്തിലും നടക്കുന്നത് പോലെ ഒരാൾക്ക് സംഭവിക്കാൻ പോകുന്ന ഒരു ദുരന്തത്തെക്കുറിച്ചിട്ടുള്ള ഒരു വിഷൻ ലഭിക്കും. അവർ അവരാൽ സാധിക്കുന്ന രീതിയിൽ ആ അപകടത്തെ തടയും. മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരെ മരിക്കേണ്ട ഓർഡറിൽ തന്നെ പിന്നീട് കൊല്ലും. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലെ സ്പൈഡർമാൻ സിനിമകൾ സംവിധാനം ചെയ്തിട്ടുള്ള ജോൺ വാട്ട്സ് ആണ് ഈ സിനിമയുടെ കഥ എഴുതിയിട്ടുള്ളത്. ഗായ് ബ്യൂസിക്കും ലോറി ഇവാൻസ് ടൈലറും ചേർന്ന് എഴുതിയിട്ടുള്ള ഇതിന്റെ തിരക്കഥ ഓൾറെഡി ഉള്ള ബേസിക് ഐഡിയയ്ക്ക് കുറച്ചുകൂടെ ശക്തമായ ഒരു ഫൗണ്ടേഷൻ കൊടുക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഇതിനെ ഒരു സർവൈവൽ സ്വഭാവത്തിലേക്ക് മാറ്റുന്നുമുണ്ട്. പേഴ്സ്പെക്റ്റീവിലുള്ള ഈ ഒരു മാറ്റം കഥാപാത്രങ്ങളെ കുറച്ചുകൂടെ ആഴത്തിൽ എക്സ്പ്ലോർ ചെയ്യാൻ തിരക്കഥയെ സഹായിക്കുന്നുണ്ട്. മറ്റ് ഫൈനൽ ഡെസ്റ്റിനേഷൻ സിനിമകളിൽ കാണുന്നത് പോലെ വലിപ്പം കൊണ്ട് നമ്മളെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള സെറ്റ് പീസുകൾ ഈ സിനിമയിൽ കുറവാണ്. ഒരുപക്ഷെ വിഷ്വൽ എഫക്ട്സ് ധാരാളമായി ഉപയോഗിക്കപ്പെടുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ ആളുകളെ സെറ്റ് പീസുകൾ കൊണ്ട് ഞെട്ടിക്കുന്നതിനേക്കാൾ പാറ്റേണുകൾ ബ്രേക്ക് ചെയ്യുന്നതിലാണ് കാര്യമെന്ന് സംവിധായകരായിട്ടുള്ള സാക് ലിപ്പോവ്സ്കിക്കും ആഡം സ്റ്റെയിനും മനസ്സിലായി കാണും. അതുകൊണ്ട് തന്നെ ഫ്രാഞ്ചൈസിന്റെ DNA മാറ്റാതെ ചില പരീക്ഷണങ്ങൾ ഈ സിനിമയുടെ കഥ പറച്ചിൽ അവർ നടത്തുന്നുണ്ട്. എല്ലാ സിനിമകളിലും കണ്ടിട്ടുള്ളതുപോലെ ഒരു ചെയിൻ റിയാക്ഷൻ പോലെ സംഭവിക്കുന്ന അപകടങ്ങളുടെ സെറ്റ് പീസുകൾ ഇവിടെയും നടക്കുന്നുണ്ട്. പക്ഷേ കണ്ടിരിക്കുന്ന പ്രേക്ഷകർ പ്രെഡിക്റ്റ് ചെയ്യുന്ന സ്ഥലത്ത് അത് നടക്കാത്ത രീതിയിൽ കാര്യങ്ങളെ മൊത്തത്തിലൊന്ന് റീഡിസൈൻ ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. പ്രേക്ഷകർക്ക് മാത്രമല്ല, പലപ്പോഴും കഥാപാത്രങ്ങൾക്ക് പോലും പ്രഡിക്ഷൻ തെറ്റിപ്പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്നിനു പുറകെ അടുത്തത് എന്ന മരണം കാണിക്കൽ പരിപാടിക്ക് ഇവിടെ ഒരു മാറ്റമുണ്ട്. മരിക്കാതിരിക്കാൻ വേണ്ടി ചില കഥാപാത്രങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഈ സിനിമയെ ഇടയ്ക്കൊക്കെ അതിൻ്റെ തന്നെ ഒരു സ്പൂഫാക്കി മാറ്റുന്നുണ്ട്. നമ്മളെ പറ്റിക്കാൻ വേണ്ടി കുറേ സ്ഥലത്ത് ഇതിൻ്റെ മേക്കേഴ്സ് ചില ഡിസ്ട്രാക്ഷൻസ് സമർത്ഥമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കേറ്റ്ലിൻ സാന്റാ ജോവാന ആണ് ഈ സിനിമയിൽ ദുരന്തങ്ങൾ മുൻകൂട്ടി കാണുന്ന ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ളത്. അമ്മയുമായും ബാക്കി കുടുംബാംഗങ്ങളുമായും ഒക്കെ ഒരല്പം അകൽച്ചയിലുള്ള ഒരു കഥാപാത്രത്തെയാണ് അവർ ഇതിൽ അവതരിപ്പിക്കുന്നത്. തരക്കേടില്ലാത്തൊരു ബാക്ക് സ്റ്റോറിയുള്ള ആ കഥാപാത്രത്തെ നല്ല രീതിയിൽ തന്നെ കേറ്റ്ലിൻ സ്ക്രീനിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. എറിക് ക്യാമ്പൽ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച റിച്ചാർഡ് ഹാർട്ട്മൻ ആണ് കുറച്ച് എഫേർട്ട് വേണ്ട തരത്തിലുള്ള സ്ക്രീൻ ടൈം ഉള്ള ഒരു കഥാപാത്രത്തെ ഈ സിനിമയിൽ ചെയ്തിട്ടുള്ളത്. എല്ലാ സിനിമയിലുമുള്ള വില്യം ബ്ലഡ്വർത്ത് എന്ന കഥാപാത്രത്തെ ഈ സിനിമയിലും ടോണി ടോഡ് അവതരിപ്പിച്ചിട്ടുണ്ട്. ആ കഥാപാത്രം എങ്ങനെയാണ് ഈ ഒരു ലോകത്ത് വന്ന് ഈ ഒരു റോളിൽ എത്തിയത് എന്നതിന് ഈ സിനിമ ഒരു ഉത്തരം തരുന്നുണ്ട്. ഈ അടുത്ത കാലത്തായി വരുന്ന പല ഹോളിവുഡ് സിനിമകളിലും വിഷ്വൽ എഫക്ട്സിന്റെ നിലവാരം കുറയുന്നുണ്ട്. ഈ സിനിമയിലും 1-2 ഇടങ്ങളിൽ വരുന്ന വലിയ സെറ്റ് പീസുകളിൽ ആ ഒരു ക്വാളിറ്റിയിലുള്ള കുറവ് ശരിക്കും അറിയാൻ സാധിക്കുന്നുണ്ട്. രക്തം കാണിക്കുന്ന, ആളുകളുടെ മരണം കാണിക്കുന്ന സീനുകളെല്ലാം പഴയ സിനിമകളുടെ അതേ ഒരു ഗ്രൂസം സ്വഭാവം നിലനിർത്തുന്നുണ്ട്. എന്നിരുന്നാലും മറ്റ് സിനിമകളുടെ അത്ര വികൃതമായ മരണങ്ങൾ കാണിക്കുന്നതിനോട് ഈ സിനിമയ്ക്ക് താല്പര്യമില്ല. മരണത്തിന്റെ ഒരു വലിയ പ്ലാനിനെ നിങ്ങൾ ഇല്ലാതാക്കാൻ നോക്കിയാൽ അത് എത്രത്തോളം വലുപ്പത്തിൽ തിരിച്ചടിക്കുമെന്ന് കാണിക്കുന്ന ഒരു ഫാന്റസി ത്രില്ലറാണ് ഒരർത്ഥത്തിൽ ഫൈനൽ ഡെസ്റ്റിനേഷൻ ബ്ലഡ് ലൈൻസ്. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്